ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലസ് ലോയറിൻ്റെ 11th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ബൊങ്ങിൻ്റെ അങ്കിളായിട്ടുള്ള ഡേവ് ബോങ് മരണപ്പെട്ടതും അവൻ്റെ മരണത്തിന് കാരണം ബൊങ്ങാണെന്നും പറഞ്ഞ് അവനെ ജയിലിലാക്കിയതും അങ്ങനെ അവൻ്റെ ട്രയലിൽ ജെയി അവന് വേണ്ടി ഒരു വിറ്റ്നസ് ആയിട്ട് അവിടുത്തെ മേയറായിട്ടുള്ള ഓജുവിനെ കൊണ്ടുവരുന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ട്രയൽ നടക്കുന്ന ആ ഒരു കോർട്ടിലേക്ക് ഓജു വന്നിട്ട് ബൊങ്ങല്ല അവൻ്റെ അങ്കിളായിട്ടുള്ള ഡേവൂങ്ങിനെ കൊന്നതെന്നും അവൻ ഈ ഒരു കേസിൽ നിരപരാധിയാണെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ ജെയിനെ വിളിച്ചത് ഓജു ആണെന്നും പിന്നീട് ജെയ് ഓജുവിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓജു തന്നെ അവളുടെ അടുത്ത് ഈ ഒരു കേസിന് വിറ്റ്നസ് ആയിട്ട് താൻ വരാമെന്ന് പറയുകയാണ് ഉണ്ടായത്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതെന്നും ബൊങ്ങിനെ കൊല്ലാനായിട്ട് വരെ ആഗ്രഹമുള്ള ഇവൻ എന്തിനാണ് ഇപ്പൊ ബൊങ്ങിനെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ആലോചിച്ച് ജെയ് ഇത്തിരി കൺഫ്യൂസ്ഡ് ആണെങ്കിലും ബൊങ്ങിനെ രക്ഷിക്കാനായിട്ട് അവളുടെ മുമ്പിൽ വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം അവളും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വീണ്ടും പ്രസന്റ് ജെയ് ഇപ്പോൾ ഓജുയുടെ അടുത്ത് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ജഡ്ജ് ചായുടെ മുമ്പിലും പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺ ഹീയുടെ മുമ്പിലും വെച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശരിക്കും അവന്റെ അങ്കിളിനെ കൊന്നത് തന്റെ ബോഡി ഗാർഡാണെന്നും ഇതിനു മുമ്പ് തന്നെ ബൊങ്ങും ഓജുവുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ആ ഒരു ബോഡി ഗാർഡിന് അറിയാമെന്നും മാത്രമല്ല ഓജുവിനോട് ആ ഒരു ബോഡി ഗാർഡിന് അത്രയും ലോയാലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ബൊങ്ങിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഒരു ബോഡി ഗാർഡ് ബൊങ്ങിന്റെ അങ്കിളിനെ കൊന്നതെന്ന് ഇപ്പോൾ ഓജു പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ബോഡി ഗാർഡ് താനാണ് ആ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലീസിന് പിടികൊടുത്തു എന്നുള്ള ഒരു മെസ്സേജും ഇപ്പൊ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോണിന് കിട്ടുമ്പോൾ അങ്ങനെ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റും പ്രതി കുറ്റം സമ്മതിച്ച കാരണം ജഡ്ജ് ഷായ്ക്കും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാതെ അവള് ബൊങ്ങിനെ വെറുതെ വിടുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ജഡ്ജ് ചായും ഓജുവും തമ്മിൽ ശരിക്കും എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും ജഡ്ജ് ഷാ അവനോട് ചോദിക്കാതെ അവനെ അറിയിക്കാതെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു റിവെഞ്ച് ആയിട്ട് ആണ് ഓജു ഇപ്പോൾ ബൊങ്ങിനെ പുറത്തേക്ക് ഇറക്കിയതെന്ന് ബൊങ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓജുവിനും ആ ഒരു ഗുണ്ടാതലവന്റെയും ചുറ്റിലായിട്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സൊക്കെ വന്ന് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ഗാർഡ് തന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടും ലോയാലിറ്റി കൊണ്ടൊക്കെയാണ് ഈ ഒരു ക്രൈം ചെയ്തതെന്നും അവന് വേണ്ടി നിങ്ങളോടെല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് അവൻ എല്ലാവരുടെ മുമ്പിലും വെച്ച് സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ കേസെല്ലാം കഴിഞ്ഞ് ജെയ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഓജുവുമായിട്ട് നീ എന്തെങ്കിലും ഡീല് നടത്തിയോ എന്ന് ബൊങ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഡീലൊന്നല്ലെന്നും രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗുണങ്ങളാണ് ഇതിലൂടെ ഉണ്ടായതെന്നും ജെയ് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനു ശേഷം ഓജു അവന്റെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ആ ഒരു ഗുണ്ടാത്തലവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ബൊങ്ങിന് വേണ്ടി ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ഓജു എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും അത് എത്തിപ്പിടിക്കാനായിട്ട് എത്ര ദൂരം വരെയും ഞാൻ പോകുമെന്ന് ഓജു പറയുന്നുണ്ട്. പിന്നീട് അവനൊരു പ്രസ് റിലീസ് വിളിച്ചു കൂട്ടിയിട്ട് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് ആൾക്കാരെ അറേഞ്ച് ചെയ്യാൻ ഗുണ്ടത്തലവന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ മിസ് നാം ആകട്ടെ ജഡ്ജ് ഷായുടെ അടുത്ത് വന്നിട്ട് റീസെന്റ് ആയിട്ട് എല്ലാവരും തന്നെ മേയറായിട്ടുള്ള ഓജുവിനെ പുകഴ്ത്തുന്ന ആ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ റിലീസായിട്ടുണ്ട്. മാത്രല്ല ഇടയ്ക്ക് വെച്ച് ജഡ്ജ് ചായനെ ഓജുവുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിലും ആർട്ടിക്കിൾ പോയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു മേയറിനെ കിസിയോങ്ങിൽ ഇനി ആർക്കും കിട്ടില്ല എന്നൊക്കെയായിരുന്നു അതിലെ കണ്ടന്റ്. അങ്ങനെ ഇതൊക്കെ വായിച്ചിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്ന ജഡ്ജ് ചാനെയും കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ബൊങ്ങും ജെയും ബാക്കി എല്ലാവരും കൂടിയിട്ട് ബൊങ്ങിനെ റിലീസ് ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷത്തില് ബീച്ചിലെല്ലാം പോയി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് തന്നെ ഡേവൂങ്ങിന്റെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ബൊങ്ങിനെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ജഡ്ജ് ഷാ ഇറക്കിയതെന്നുള്ള സംശയത്തോടു കൂടിയിട്ട് ജെയ് നേരെ തന്നെ ജഡ്ജ് ഷാനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവള് ബൊങ്ങിനെ ഇറക്കാനായിട്ട് കൂട്ടുനിന്നതെന്ന് ജെയ് ജഡ്ജ് ഷായുടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ നിന്റെ മിടുക്കൊണ്ടല്ല കേസ് ജയിച്ചതെന്നും അത് ഓജു വന്ന് ആ ഒരു മൊഴി കൊടുത്തതുകൊണ്ട് മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നീ അർഹിക്കുന്നില്ലെന്നും ജഡ്ജ് ഷാ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജെയ് അപ്പൊ എന്തിനാണ് നിങ്ങൾ എന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്, അതും നിങ്ങളുടെ പണ്ടത്തെ പ്ലാൻ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് എന്റെ ഒപ്പം നിൽക്കുന്ന നല്ലൊരു ലോയർ ആയിട്ടുള്ള ജെയ് ആയിരുന്നു എന്ന് ഇപ്പോൾ ഷാ പറയുന്നുണ്ട്. അങ്ങനെ ഇതിനു ശേഷം അവള് ജെയ്യുടെ അടുത്ത് ശരിക്കും ഇപ്പോഴും നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ബൊങ് അവന്റെ റിവെഞ്ച് ശരിയാക്കാൻ വെറുതെ നിന്നെ യൂസ് ചെയ്യായിരിക്കില്ലേ എന്ന് ജെയ്യുടെ അടുത്ത് ചോദിക്കുമ്പോൾ വെറുതെ ഈ ഒരു കാര്യത്തിലേക്ക് എന്റെ അമ്മയും ബൊങ്ങിനെയും വലിച്ചിടരുതെന്നും അതും കൂടി ആയാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വെറുത്തു പോകുന്നും പറഞ്ഞിട്ട് അവള് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ രാത്രി ആ ഒരു ബീച്ചിൽ കൂടെ നടക്കുന്ന ബൊങ് ജെയ്യുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ശരിക്കും ജെയെ കൂടി ഞാൻ ഇതിൽ കൊണ്ടുവരണോ, അവൾ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇറക്കണോ, അങ്ങനെ അവളുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് ഇതെല്ലാം അവന്റെ അസിസ്റ്റന്റിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ ഓജുവിനെ കാണാനായിട്ട് ചെന്നിട്ട് അധികം വൈകാതെ നിന്നെ ഞാൻ പൂട്ടുമെന്നും അതിനു മുമ്പ് തന്നെ ആദ്യം ഞാൻ തകർക്കാൻ പോകുന്നത് ജഡ്ജ് ഷാനെയാണെന്നും അവൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇപ്പൊ തന്നെ നിനക്ക് എന്നെ വേണമെങ്കിൽ കൊന്നൂടെന്ന് ഓജു ചോദിക്കുമ്പോൾ അവൻ അവന്റെ റിവെഞ്ച് ലോ വെച്ച് തന്നെ വീട്ടിക്കൊള്ളാമെന്ന് ബൊങ് പറയുമ്പോൾ ഇത് കേട്ടിട്ട് കിസിയോങ്ങിലെ ലോസ് ഒക്കെ എന്റെ കയ്യിലാണെന്നും എനിക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഒരു ലോസിനൊക്കെ ഞാൻ മാറ്റുമെന്നും ഓജു പറയുന്നുണ്ട്.
ഇത് കേട്ടിട്ട് ഏതായാലും നീ ഒന്ന് കരുതിയിരുന്നോളാനും ന്യൂസ് എല്ലാം എപ്പോഴും ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും ബോങ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ജഡ്ജ് ഷായും ഓജുവും തമ്മിലുള്ള ആ ഒരു പ്രശ്നം അത്യാവശ്യം സീരിയസ് ആണെന്ന് ബോങ്ങിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജഡ്ജ് ഷാ ഒരു ബൊക്കറ്റൊക്കെ ആയിട്ട് ഓജുവിനെ കാണാനായിട്ട് വന്നിട്ട് അവന്റെ അടുത്ത് എന്തുകൊണ്ടാണ് നീ ബോങ്ങിന്റെ ആ ഒരു ട്രയലിന് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവനാകട്ടെ അവന്റെ കയ്യിലിരിക്കുന്ന പണ്ട് അവനും ജഡ്ജ് ഷാനും കൂട്ടിയിട്ട് ഒരാളെ കൊന്ന ഫോട്ടോസൊക്കെ ജെയ്ഡ് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഫോട്ടോസൊക്കെ ഇപ്പൊ ജഡ്ജ് ഷാക്കി കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ഒരാൾ ഈ ഒരു ഫോട്ടോസൊക്കെ അയച്ച് തന്നെ ഭീഷണിപ്പെടുത്തി ബോങ്ങിന്റെ ട്രയലിലേക്ക് പോയി സത്യമൊക്കെ പറയണമെന്നും അല്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ പ്രസിന് അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു വിറ്റ്നസ് ആയിട്ട് കോർട്ടിലേക്ക് ചെല്ലാനായിട്ട് തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് പിന്നീട് അവന്റെ അസിസ്റ്റന്റുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഫോട്ടോസ് ഒന്നും അയച്ച് ആരും അവനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അത് അവൻ ജഡ്ജ് ഷായുടെ അടുത്ത് പറഞ്ഞ വെറും ഒരു കള്ളാണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജഡ്ജ് ഷാക്കെതിരെ ഇപ്പൊ അവൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവന് തിരിച്ച് 8ന്റെ പണിയായിട്ട് അവന് തന്നെ എന്തെങ്കിലും നല്ലത് കിട്ടുമെന്ന് ഓജുവിന് നല്ല അറിവുള്ളതുകൊണ്ട് തന്നെ ജഡ്ജ് ഷാക്കി കൊടുത്തൊരു പണി തിരിച്ച് അവന്റെ നേരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കള്ളം അവളുടെ അടുത്ത് പറയുന്നത്. മാത്രല്ല അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരാളെന്ന് പറയുമ്പോൾ അതിനി ബോങ്ങിന്റെ തലയിലേക്ക് തന്നെയായിരിക്കും മിക്കതും വരിക. ഇതേസമയം ജെയ്ഡ് അമ്മ അവളുടെ ഓഫീസിലേക്ക് വന്നിട്ട് നാളെ 3 മണിക്ക് ജഡ്ജ് ഷാ ആരെയോ മീറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു സമയത്ത് തന്നെയാണ് അവിടേക്ക് ബോങ് വരുന്നത്. മാത്രല്ല ബോങ്ങിന് ഓൾറെഡി ഈ ജെയ്ഡ് അമ്മയെ പറ്റിയിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷെ അവള് ജെയ്ഡ് അമ്മയാണോ എന്നല്ല, പക്ഷെ തായുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവന് ആരെയും തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവനാകട്ടെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജെയ്ഡ് അമ്മ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ബോങ്ങും ജെയും കൂടിയിട്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓജുവും ചായയും കൂടി കൊന്ന ആ ഒരാളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അത് ഗോൾഡൻ സിറ്റി എന്ന് പറയുന്ന ആ ഒരു മിഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളെയാണ് അവർ കൊന്നതെന്നും ശരിക്കും കൊന്നത് ജഡ്ജ് ഷായ ആയിരിക്കുമെന്നും പിന്നീട് അത് ക്ലിയർ ചെയ്യാനായിട്ട് അവൾ ഓജുവിനോട് പറഞ്ഞതാണെന്നും ഇപ്പൊ ബോങ് പറയുന്നുണ്ട്. മാത്രല്ല ഇതിന്റെയൊക്കെ ഫോട്ടോസ് ഓൾറെഡി അവരുടെ കയ്യിലുള്ള കാരണം ഇപ്പോഴത്തെ അവരുടെ ടാർഗറ്റ് ജഡ്ജ് ഷായ ആയിരിക്കുമെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരുമായിട്ടുള്ള മീറ്റിംഗിന്റെ ഇടയിൽ നാളെ 3 മണിക്ക് ഷാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് ആരെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് എല്ലാം ശ്രദ്ധിക്കാനായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവന്റെ ആൾക്കാരെല്ലാരും കൂടിയിട്ട് ജഡ്ജ് ഷാ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലബിലേക്ക് പോകുമ്പോൾ അവൾ അവിടെ വെച്ച് ഒരു പൊളിറ്റീഷ്യനെ മീറ്റ് ചെയ്ത് അയാളുമായിട്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ബഗ്ഗിലൂടെ അങ്കിളും ചെയ്യും കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതിലൂടെ തന്നെ ജഡ്ജ് ഷാ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അവിടെയുള്ള ഒരു വേക്കൻസിയിലേക്ക് കയറാനാണെന്നുള്ള ഒരു കാര്യം ഇപ്പൊ ബോങ്ങിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ തനിക്ക് കിട്ടിയ പവർ ഒന്നും പോരാ എന്നും വീണ്ടും വീണ്ടും ഹയർ ആയിട്ടുള്ള പവേഴ്സിലേക്ക് എത്തിപ്പിടിക്കാനാണ് ഷാ ശ്രമിക്കുന്നതെന്നും ബോങ്ങിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഒരു കേസ് നടക്കുന്നതിന്റെ ഇടയിൽ ജഡ്ജ് ഷാ അവിടെ വന്ന ഒരു പ്രതിക്ക് തൂക്കുമരണം വിധിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു പ്രതിയുടെ അച്ഛൻ ഇത് കേട്ടിട്ട് വളരെയധികം വിഷമത്തോടെ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ കോർട്ടിലെ ഗാർഡുകളെല്ലാം അയാളെ പിടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ടിവിയിലൂടെ ന്യൂസ് കാണുന്ന ഓജുവിനാകട്ടെ അന്ന് ഒരു ക്ലബിൽ വെച്ച് ചാ കണ്ട ഒരു പൊളിറ്റീഷ്യൻ അടുത്ത സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിന്റെ കാൻഡിഡേറ്റിലായിട്ട് ഇപ്പോൾ ചായയുടെ പേര് പറയുന്നത് കേൾക്കുമ്പോൾ അവര് രണ്ടുപേരും കൂടിയിട്ട് താൻ അറിയാതെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും ജഡ്ജ് ചാ തന്നെ പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ഒരു പൊസിഷൻ അവൾക്ക് ഓഫർ ചെയ്തതെന്നും ഓജു മനസ്സിലാക്കുന്നുണ്ട്. ഇതും കൂടി ആയപ്പോൾ ജഡ്ജ് ഷാ ഇവരെല്ലാരെയും ഒരു ദിവസം താഴ്ത്തിയിട്ട് അവളുടെ കാര്യം മാത്രം നോക്കി അവൾ ആഗ്രഹിക്കുന്ന ആ ഒരു പവറിലേക്ക് ഉയരും എന്ന് മനസ്സിലാക്കിയിട്ട് ഓജു ഇപ്പൊ നേരെ അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മിസ് നാമിനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ബോങ്ങും ജെയും കൂടിയിട്ട് ഇതിനു മുമ്പ് ജഡ്ജ് ഷാക്കെതിരെ ഒരു ബാങ്ക് പ്രസിഡന്റിനെതിരെ എവിഡൻസ് ഒക്കെ കൊടുത്ത അതേ ഒരു റിപ്പോർട്ടറിനെ വീണ്ടും അവർ കാണാൻ ചെന്നിട്ട് ഇപ്രാവശ്യം ഓജുവും ജഡ്ജ് ഷായും കൂടിയിട്ട് ആ പ്രസിഡന്റിനെ കൊന്ന് ഫോട്ടോസ് എല്ലാം എവിഡൻസ് ആയിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അവളുടെ കരിയർ തന്നെ റിസ്കിലായിരിക്കുമെന്ന് പറഞ്ഞ് ആദ്യം അവൾ അതിൽ നിന്ന് ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു പ്രൊഫഷനോടുള്ള ആ ഒരു താല്പര്യം കാരണം അവൾ ആ ഒരു പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഇതേസമയം നേരത്തെ ഓജു വിളിച്ചത് പ്രകാരം മിസ് നാം അവന്റെ ഓഫീസിലേക്ക് വന്ന് അവനായിട്ട് സംസാരിക്കുമ്പോൾ ജഡ്ജ് ചായിനി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഉയരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ അവൾ പോവുകയാണെങ്കിൽ നിന്റെ മോളായിട്ടുള്ള പ്രോസിക്യൂട്ടർ യോണിനെ നോക്കാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ലെന്നും അതുകൊണ്ട് ഇനി ജഡ്ജ് ഷാന്റെ പിന്നിലായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഏറ്റവസാനം അവൾ നിങ്ങളെയും തേക്കുമെന്നും ഓജു ഇപ്പോൾ മിസ് നാമിന്റെ അടുത്ത് പറയുമ്പോൾ അത് ശരിയാണെന്ന് മിസ് നാമിനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മിസ് നാം ഇപ്പോൾ ഓജുവിന്റെ ഒപ്പം നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ആ ഒരു നാട്ടിലെ നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ
കണ്ട പോലെ തന്നെ 7 എന്നറിയപ്പെടുന്ന എല്ലാ പൊളിറ്റീഷ്യൻസും ഒത്തുകൂടിയിട്ട് അവരെല്ലാവരും ജഡ്ജ് ഷാ ഒരു ചീഫ് ജസ്റ്റിസായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണങ്ങളെയും ആനുകൂല്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജഡ്ജ് ഷാ ഇപ്പോ യോൻഹിയോടും അങ്ങനെ വലിയ നല്ല രീതിയിലല്ല പെരുമാറുന്നതെന്നും ശ്രദ്ധിച്ച് മിസ് നാം ആകെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് യോൻഹി ആകട്ടെ ജഡ്ജ് ഷാനെ വീട്ടിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ജഡ്ജ് ഷാ അത് ഡിക്ലൈൻ ചെയ്യാണ്. അതോടുകൂടി തന്നെ ജഡ്ജ് ഷായിനി യോൻഹിനി മിസ് നാമിനെയും അടുപ്പിക്കില്ലെന്നും കൈ ഒഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് അവര് രണ്ടുപേരും ഓജുവിന്റെ ഒപ്പം നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഇരിക്കെ പിറ്റേ ദിവസം ടിവിയിൽ ഫ്ലാഷ് റിപ്പോർട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തലേന്ന് ബൊങ്ങും ജയും കൂടിയിട്ട് ആ ഒരു റിപ്പോർട്ടർക്ക് കൊടുത്ത പിക്ചേഴ്സ് ആണ്. അവര് ഓജുവിന്റെ മുഖം ഇതിൽ ബ്ലർ ചെയ്ത് കൊടുത്തതുകൊണ്ട് ആ ഒരു പിക്ചറിൽ ജഡ്ജ് ഷായുടെ ആ ഒരു മുഖം കറക്റ്റ് ആയിട്ട് കാണുകയും അത് ഇന്റർനെറ്റിലെല്ലാം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിട്ട് ആൾക്കാരെല്ലാരും അവളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടും തുടങ്ങുകയാണ്. മാത്രമല്ല അവളുടെ ഓഫീസിന് പുറകിലായിട്ട് കുറെ റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനെ പറ്റി അവളുടെ അടുത്ത് ചോദിക്കുന്ന സമയം ഇപ്പോ അവൾ അതിനെക്കുറിച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഓജുവിന്റെ മുഖം ഇതിൽ ബ്ലർഡ് ആയിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ അയച്ചത് ഓജു ആണോ എന്നും അവൾക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോടുള്ള ദേഷ്യം ഇപ്പൊ അവൾക്ക് കൂടിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു ഫോട്ടോ അയച്ചതിന്റെ പുറകില് ബൊങ്ങാണെന്നുള്ള കാര്യം ഓജുവിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ബൊങ്ങിന് ജയുടെ അമ്മയെ പറ്റി എന്തൊക്കെയോ സംശയം ഉള്ളതുകൊണ്ട് ജയെ കൂട്ടാതെ അവളെ സീക്രട്ട് ആയിട്ട് ഒരു ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത്രയും വലിയൊരു എവിഡൻസ് തങ്ങളുടെ കയ്യിൽ തന്നതിന് ബൊങ് അവരുടെ അടുത്ത് നന്ദി പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇനി ജയിനെ കാണാനായിട്ട് വരരുതെന്നും അത് പിന്നീട് ഉണ്ടാകുന്ന റിസ്കുകളെ പറ്റിയിട്ടും അവളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും പക്ഷെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ഇപ്പൊ അവന് താല്പര്യമില്ലെന്നും പറയുമ്പോൾ എന്റെ മോളെ ഇത്രയും നാളെ നോക്കിയതിന് നന്ദി എന്ന് ഇപ്പോ അവളുടെ അമ്മ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ബൊങ് ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴാണ് അത് ജയുടെ അമ്മയാണെന്നുള്ള ആ ഒരു സത്യം അവൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് 18 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ജീവൻ രക്ഷിച്ച ആ ഒരു സ്ത്രീ നിങ്ങൾ തന്നെയാണോന്ന് ഇപ്പൊ ബൊങ് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ അവന്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് ജയുടെ അമ്മ പറയുന്നത് കേൾക്കുന്ന ബൊങ്ങിന് ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആ ഒരു ഇൻസിഡന്റിന് ശേഷം യങ് മാൻ തനിക്ക് അയച്ചെന്ന അഡ്രസ്സിൽ അവൾ തായ്ലൻഡിൽ പോയിട്ട് സെറ്റിൽ ആയതും തന്റെ ഫാമിലിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഇത്രയും നാള് സത്യം മറച്ചു വെച്ചതെന്നും അവളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നീട് നാട്ടിൽ വന്ന് ഡേവൂങ്ങിനെ കണ്ടതും ജഡ്ജ് ഷായുടെ റെസിഡൻസിൽ ജോലിക്ക് കയറിയതും ഒക്കെ ഇപ്പോൾ ജയുടെ അമ്മ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത്രയും നാള് ജയോടൊപ്പം നിന്നതിനും അവളെ നോക്കിയതിനും അവളെ പ്രൊട്ടക്ട് ചെയ്തതിനും ഒക്കെ ആയിട്ട് അവന്റെ അടുത്ത് താങ്ക്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ജയ് ബൊങ്ങിന്റെ ഒപ്പം നിൽക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണെന്നും ബൊങ്ങിന് ശരിക്കും ജയോട് ഇഷ്ടമുണ്ടെങ്കിൽ അവളെ ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കടത്തിവിടാതെ അവളെ ബ്രേക്കപ്പ് ചെയ്ത് അവളുടെ വഴിക്ക് വിടാനായിട്ട് ഇപ്പോൾ അവളുടെ അമ്മ അവന്റെ കൈ പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വളരെ വിഷമത്തോടെ ഉള്ളില് ജയുടെ അടുത്ത് അത്രയും സ്നേഹം ഉണ്ടായിട്ടും അവളുടെ അമ്മ തന്നെ ഇങ്ങനൊരു കാര്യമെന്ന് പറയുമ്പോൾ മാത്രമല്ല അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണ് ബൊങ്. അങ്ങനെ ബൊങ് തിരിച്ചെത്തുന്ന സമയത്ത് ജയിലിൽ അവനെ വെച്ച് കുത്തിന്ന് പറയപ്പെടുന്ന ആ ഒരു സ്കോർപിയോനെ അവൻ കാണുന്നുണ്ട്. ഇപ്പൊ സ്കോർപിയോണും കൂട്ടർക്കും ബൊങ് നിരപരാധിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്കോർപിയോൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ജഡ്ജ് ഷാനെ പറ്റിയിട്ടുള്ള ആ ഒരു ന്യൂസ് ഒക്കെ വളരെയധികം സ്പ്രെഡ് ആയിട്ട് അവളെ ചീഫ് ജസ്റ്റിസ് ആക്കാന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റീഷ്യൻ തന്നെ വീണ്ടും അവളെ വിളിച്ച് ഈ ഒരു കാര്യം വീണ്ടും നമുക്ക് ആലോചിക്കണമെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം അവളെ പറ്റി ഇങ്ങനെ ഒരു റൂമർ പടരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയാണ് അവൻ ആ ഒരു ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നതിന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജഡ്ജ് ഷാ ഒരു മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വന്ന എല്ലാ റിപ്പോർട്ടേഴ്സിന്റെയും മുമ്പിൽ വെച്ചിട്ട് ആ ഒരു ഫോട്ടോസ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു ഫോട്ടോസ് എല്ലാം ആ ഒരു ഫ്രെയിം ചെയ്തതാണെന്നും മനഃപൂർവ്വം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല 18 വർഷമായിട്ട് ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് അവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അതാരാണെന്നും തനിക്ക് അറിയില്ലെന്നും എന്നാൽ ഈ കീസിയോങ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിൽ ഒരു നല്ല കാര്യം നടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം അവരിങ്ങനെ ഓരോന്ന് എന്റെ അടുത്ത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടേഴ്സിന് മുമ്പിലൊക്കെ ആകെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ് ഷാ. ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് പേര് അവളെ വിശ്വസിച്ച് അവള് നിരപരാധിയാണെന്നും അവളെ പറയുന്നത് എല്ലാം സത്യമാണെന്നും കരുതി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവളുടെ പോയിന്റുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു കേസിൽ വെച്ച് അവള് ഒരാൾക്ക് മരണശിക്ഷ വിധിച്ചത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അങ്ങനെ അയാളുടെ അച്ഛൻ വന്നിട്ട് തന്റെ മകനെ കൊല്ലാനായിട്ട് വിധിച്ചതിന്റെ പേരിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ വെച്ചിട്ട് അവളുടെ മേത്തേക്ക് ഇത് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ ലൈവായിട്ട് TV കൂടെ കണ്ടുകൊണ്ടിരുന്ന ബൊങ്ങും ജയും ആകെ ഞെട്ടി പോകുന്നുണ്ട്. ഇതേ സമയം TVയിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈവിളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മേയറായ ഓജോനെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.